കോഴിക്കോട്ടുകാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നാളെ സെപ്റ്റംബർ 9, 2024 നാളെയാണ് ലുലു മാൾ കോഴിക്കോട് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നാണ് അതിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ്ങും ഇനാഗുറേഷനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. നാളെയാണ് അത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുക്കാൻ പോകുന്നത്. കോഴിക്കോട് ലുലുമാളിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവഴി പോകുന്ന ആളുകൾ പലരും ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് ലുലുമാളാണോ, ഇത് എന്തോ ഒരു ബിൽഡിംഗ് ആണെന്ന് അറിയാം, പക്ഷെ ഇത് ലുലുമാളാണോ എന്നുള്ളതും പലർക്കും അറിയില്ലായിരിക്കാം. ഇപ്പോൾ ഒരു 2 മാസത്തിനുള്ളിൽ മാത്രമേ ആയിട്ടുള്ളൂ ഇതിന്റെ മുകളിൽ അവർ ലുലുമാൾ എന്നുള്ള ലേബൽ ഒട്ടിച്ചിട്ട് പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ലേബൽ വെച്ചത്. അപ്പോൾ അതിനു മുമ്പ് പലർക്കും ഇത് ലുലുമാളാണോ എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. കോഴിക്കോട് ലുലുമാൾ വരുന്നുണ്ടെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ യൂസുഫ് അലിക്ക് ആണെങ്കിലും മുമ്പ് ഇതിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ലുലുമാൾ കോഴിക്കോട് വരുന്നുണ്ട്, പക്ഷെ അത് എവിടെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും കോഴിക്കോട്ടുകാരായിട്ടുള്ള ആളുകൾക്ക് പോലും പലർക്കും അറിയില്ലായിരുന്നു. കോഴിക്കോട് ലുലുമാളിന്റെ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മാങ്കാവ് ആണ്. അതായത് കോഴിക്കോട് മീൻചന്ത മിനി ബൈപ്പാസിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഇപ്പൊ നിലവിൽ കോഴിക്കോടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആണ് ലുലുവിൽ വരാനായിട്ട് പോകുന്നത്. അതായത് ലുലുവിന്റെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് ആയിട്ടുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ആണ് ലുലു മാളിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അനവധി ബ്രാൻഡുകളുടെ, അതായത് ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഷോപ്പും ലുലു മാളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഫുഡ് കോർട്ട്, കോഴിക്കോടിൽ തന്നെ ഏറ്റവും വലിയ ഫുഡ് കോർട്ടും കോഴിക്കോട് ലുലു മാളിലാണ് വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സും ഈ ലുലു മാളിന്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. സിനിമ കാണാനായിട്ട് വരുന്നവർക്ക് അതിന് വേണ്ടിയിട്ട് ലുലു മാളിൽ വരാവുന്നതാണ്. ചുരുക്കി പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏറ്റവും വലിയ മാളുകളിൽ ഒന്നായിട്ട് തന്നെയാണ് കോഴിക്കോട് ലുലു മാൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നാളെ മുതൽ ഇവിടെ വന്നിട്ട് സിനിമ കാണണമെങ്കിൽ സിനിമ കാണാം, പർച്ചേസ് ചെയ്യാം, അതല്ല ചുമ്മാ ഫുഡ് അടിച്ച് നടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ലുലു മാളിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ പബ്ലിക്കിന് എൻട്രി നാളെ മുതലാണ്. ഇന്ന് അതിന്റെ സോഫ്റ്റ് ലോഞ്ച് മാത്രമാണ്. അതുപോലെ തന്നെ ഇനാഗുറേഷനും കാര്യങ്ങളാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ള, അതായത് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള അതിഥികൾക്ക് മാത്രമേ ഇന്ന് അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നാളെ രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ലുലു മാളിന്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് എല്ലാവർക്കും, പബ്ലിക്കായിട്ടുള്ള എല്ലാവർക്കും അതിനുള്ളിൽ പോകാവുന്നതാണ്. ലുലു മാൾ ഫസ്റ്റ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത് കൊച്ചിയിലായിരുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കോഴിക്കോട് നിന്നായിക്കോട്ടെ, കണ്ണൂരിൽ നിന്നായിക്കോട്ടെ, അതല്ല ട്രിവാൻഡ്രം, കൊല്ലം സൈഡിൽ നിന്നൊക്കെ ലുലു മാൾ കാണാൻ വേണ്ടി മാത്രം കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ നിങ്ങൾ പലരും അതുപോലെ തന്നെ പോയിട്ടുള്ളവരായിരിക്കും. ഇപ്പൊ കൊച്ചിയിൽ ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്കൊക്കെ ഭയങ്കര ഒരു ആവേശമായിരുന്നു. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ മാള് ലുലു മാൾ വന്നപ്പോൾ നമ്മളെല്ലാവരും അത് കാണാൻ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പൊ കോഴിക്കോട് വന്നിരിക്കുന്നത്. കോഴിക്കോട് ഇതിനു മുമ്പ് ഹൈലൈറ്റ് മാൾ ഉണ്ട്. ഇപ്പോൾ കോഴിക്കോടിലെ ഏറ്റവും വലിയ മാൾ എന്ന് പറയുന്നത് ഹൈലൈറ്റ് മാൾ തന്നെയായിരുന്നു. ഇപ്പോൾ ലുലു വന്നതോടുകൂടി ആ ഹൈലൈറ്റിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം ഒരു പരിധിവരെ കുറയാനാണ് ചാൻസ്. ലുലുവിലേക്കും കൂടുതൽ ആളുകളുടെ ഫ്ലോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഓഫേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഇവരിത് ലോഞ്ച് ചെയ്യുന്ന സമയം തന്നെ ഓണത്തിന്റെ ടൈം ആണല്ലോ. ഈ ഒരു സമയത്ത് നോക്കി ഇവർ ലോഞ്ച് ചെയ്യാൻ കാരണം തന്നെ അതായിരിക്കും. ഈ ഒരു ഓണത്തിനുള്ള സെയിൽ ഫോക്കസ് ചെയ്തായിരിക്കും മിക്കവാറും ഈ ഒരു സമയത്ത് തന്നെ, ഈ ഓണത്തിന്റെ ഈ ഒരു സമയത്ത് തന്നെ അവർ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹൈലൈറ്റ് പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ലുലുവിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കൂടുതൽ ഓഫേഴ്സ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ നാളെ അത് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഓഫറുകളും കാര്യങ്ങളും ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തില്ലേ, ഇനി നാളെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. നാളെ നിങ്ങൾക്ക് ഈ ഓഫറുകളും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വന്നിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വണ്ടിയുടെ പാർക്കിംഗ് ആണെങ്കിലും നമുക്ക് 2 ഏരിയയിലാണ് ഇവിടെ ലുലുവിന് പാർക്കിംഗ് വരുന്നത്. ഒന്ന് ലുലുവിന്റെ ഉള്ളിൽ തന്നെ, അതായത് മോളിന്റെ ആ സൈഡിൽ തന്നെ പാർക്കിംഗ് വരുന്നുണ്ട്. ഇനി അതല്ലാതെ അവിടെ നിന്ന് 100 മീറ്റർ മാറി മിംസിന്റെ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ആയിട്ട് വിശാലമായിട്ടുള്ള പാർക്കിംഗ് വരുന്നുണ്ട്. ഏകദേശം 500-1000 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാവുന്ന സൗകര്യത്തിലാണ് ഇവർ പാർക്കിങ്ങിന്റെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ നാളെ ഇത് ലോഞ്ച് ചെയ്യുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ, അതായത് ഇനാഗുറേഷൻ ഡേ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ പബ്ലിക് അങ്ങോട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ പോരുക. അല്ലാതെ ടൈം പെട്ടെന്ന് വന്ന് നിങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ് വരുന്നെങ്കിൽ അതിന് സാധ്യത വളരെ കുറവാണ്. എന്തായാലും നല്ല ട്രാഫിക് ഉണ്ടാവും. അപ്പോൾ ടൈം മാനേജ്മെന്റ് നിങ്ങൾ എപ്പോഴും നോക്കുക. ടൈം നിങ്ങൾ നോക്കിയിട്ട് വരിക. അല്ലാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൂടെ കണ്ടറിഞ്ഞ് മാത്രം നാളെ ഇങ്ങോട്ട് വരിക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.